ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രധ്വംസി ന ശ്രേയസേ. മഹാഭാരതം സംഭവ പർവം. സത്യവതി പരിണയം. ചൊല്ലരും ഗംഗാദത്തനാകിയ സുതനോടുമല്ലലുമകന്നുടൻ അരജനിരിക്കുന്നാൽ അമിത പരാക്രമമുടയ പടയോടും യമുനാതീരത്തിങ്കൽ വനത്തിൽ നായാട്ടിനായി മത്തവാരണഹയപത്തികളോടും ചേർന്നു ചിത്ത കൗതുകത്തോടും വിളയാടുന്ന നേരം എത്രയും മനോജ്ഞമായി ചിത്രമായിരിപ്പോരു കസ്തൂരി ഗന്ധത്തിന്റെ കാരണം അന്വേഷിച്ചു നടക്കും നേരത്തിങ്കൽ അടുത്തു കണ്ടാനൊരു മടുത്തുകിന മൊഴിമാർ കുലരത്നം തന്നെ. ദേഹത്തിൻ ഗുണം കണ്ടും ലാവണ്യപൂരം കണ്ടും മോഹിച്ചു നരപതി കന്യകയോടു ചൊന്നാൻ, ഒരു യോജന വഴി പരന്നിടുന്നു നിന്റെ തിരുമൈ പരിമളം കസ്തൂരി ഗന്ധം പോലെ. നേരെ നീ പറയണമാരെന്നു കേട്ട നേരം ചാരുത കലർന്നൊരു നാരിയുമുര ചെയ്താൽ, ഇത്തോണി കടത്തുന്ന കൈവത്ത വീരൻ തന്റെ പുത്രി ഞാൻ തോണി കടത്തിയിടുവാൻ അവൻ ചൊല്ലാൽ, എപ്പോഴും ഇരിപ്പെനിക്കിപ്പുഴക്കരയെന്നു ചെപ്പേലും മുലയാളും അപ്പോഴേ ഉര ചെയ്താൾ. മന്നവൻ അതു കേട്ടു ദാസനെ ചെന്നു കണ്ടു കന്യക തന്നെ മമ നൽകണമെന്നു ചൊന്നാൻ. എന്നുടെ മകൾ പെറ്റുണ്ടാകുന്നതനയനെ മന്നവനാക്കി വാഴിച്ചിടാമെന്നൊരു സത്യം എന്നോടു ചെയ്യിൽ നൽകാമിന്നേ കന്യക തന്നെ. എന്നുടെ ഗംഗാദത്തൻ ഇങ്ങനെ ഇരിക്കുന്നാൾ അന്യനു രാജ്യമെല്ലാം എങ്ങനെ കൊടുപ്പു ഞാൻ എന്നുള്ള ചിന്തയോടെ മന്നവൻ പുരിപുക്കാൻ. അന്നു തൊട്ടരജനു മാരമാൽ മുഴുക്കയാൽ അന്നവും നറും പാലും ഒന്നുമേ വേണ്ടിയതില്ല. ഗംഗയിൽ മുഴുകിയ മംഗലചിത്തം ചെന്നു ശങ്കിച്ചു മുഴുകിയതു ധീവരനാരി തന്നിൽ. അന്നതു കണ്ടു ഗംഗാദത്തനായുള്ള പുത്രൻ മന്നവൻ തന്നെ തൊഴുതീവണ്ണമുണർത്തിച്ചാൻ. അച്ഛനെന്തൊരു താപമുള്ളിലെന്നറിയണം, നിശ്ചയം പണ്ടേ പോലെയല്ല കാണുന്നതിപ്പോൾ. അന്നേരം അരജനും മകനോടുര ചെയ്താൻ, എന്നുടെ താപത്തിന്റെ കാരണം ചൊല്ലാമെങ്കിൽ ഉണ്ണീ നീ ഒരു മകൻ തന്നെ ഇന്നെനിക്കുള്ളൂ. നിന്നുടെ വഴിയെ മറ്റൊന്നിനെ കാണായികയാൽ എന്നുള്ളിൽ പരിതാപമേറുന്നു നാളിൽ നാളിൽ മുന്നമേ ശാസ്ത്രങ്ങളിൽ കേട്ടു ഞാനിരിക്കുന്നു. ഏകപുത്രത്വമപുത്രത്വമോടൊക്കുമല്ലോ ഭാഗധേയവും അറിയാവതല്ലൊരുവർക്കും എന്നുള്ള പിതാവിന്റെ വാക്കുകൾ കേട്ട ശേഷം തന്നുള്ളിൽ നിരൂപിച്ചു കൽപ്പിച്ചു ഗംഗാദത്തൻ. താതന്റെ സൂതനോടു ചോദിച്ചു ധരിച്ചിതു താതനുണ്ടായ വിഷമങ്ങളും വിശേഷവും സന്യാസം ചെയ്തു ദാസൻ തന്നെയും ബോധിപ്പിച്ചു കന്യക തന്നെ കൊണ്ടെന്നച്ഛനു നൽകി. പിന്നെ പുഷ്പങ്ങൾ പരിഷിച്ചാരപ്പൊഴു അമരരും അത്ഭുതം കണ്ടു ഭീഷ്മരെന്നൊരു പേരുമിട്ടാർ. ബ്രഹ്മജ്ഞനായ ഭീഷ്മരതു കാരണം നിത്യബ്രഹ്മചാരികളിൽ വെച്ചുത്തമനായാനല്ലോ. ശന്തനു സത്യവതി തന്നോടുകൂടി ചേർന്നു സന്താപമകന്നുള്ളിൽ സന്തോഷത്തോടെ വാണാൻ ഉണ്ടായി. ചിത്രാംഗതനാകിയ തനയനും രണ്ടാമതുണ്ടായി വന്നു വിചിത്രവീര്യൻ താനും. ബാലന്മാർ വളർന്ന കാലം വന്നിടും മുമ്പേ കാലധർമ്മത്തെ പ്രാപിച്ചിടിനാൻ അരജനും.
കയ്യൂക്കു പെരുകിയ ഭീഷ്മരും അതുകാലം ജയിച്ചു ശേഷക്രിയ ബാലകന്മാരെ കൊണ്ട് വെയ്യവനോടു നേരം മാമുനിമാരെ കൊണ്ടു ചെയ്യിച്ചാനവർകളിൽ അഗ്രജൻ അഭിഷേകം. നല്ലനാം ഭീഷ്മർ അമരാസുര യുദ്ധത്തിനായി സ്വർലോകത്തിങ്കൽ വാഴും നാൾ അവസരം കണ്ടു ചൊല്ലരും ചിത്രാംഗതനായ ഗന്ധർവൻ അന്നു ചൊല്ലിനാൻ ചിത്രാംഗതനാകിയ നൃപനോടു പേരു നീ മാറിയിട്ടു കൊള്ളണമല്ലയായിൽ പോരിനു പുറപ്പെടുകേതുമേ മടിയാതെ. അപ്പോഴേ പുറപ്പെട്ടു കെൽപ്പോടു യുദ്ധം ചെയ്താൻ അത്ഭുതം വരുമാറു മൂവാണ്ടേക്കൊരുപോലെ. ഹിരണ്യതീരസ്ഥന്മാരായ വീരന്മാരുടെ ശരങ്ങൾ കൊണ്ടു തന്നെ മറഞ്ഞു ദിക്കുകളും പരന്ന ഹിരണ്വതിയാകിയ നദീതീരെ നിറന്ന കുരുക്ഷേത്രത്തിങ്കൽ നിന്നുണ്ടായൊരു യുദ്ധവൈചിത്ര്യം കണ്ടു നിന്നോരു ജനമെല്ലാം ചിത്രമെത്രയും യുദ്ധമെന്നു കൊണ്ടാടിയിടിനാർ. വീര്യസ്വർഗത്തെ പ്രാപിച്ചിടിനാൻ നരപതി വീര്യത്തിൽ സ്വർഗം പ്രാപിച്ചിടിനാൻ ഗന്ധർവനും. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.